നമസ്കാരം. വെൽത്തുലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടെക്നോളജിയുമായിട്ടുള്ള ഒരുപാട് ഫോണുകൾ നമുക്കിടയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് സോണിയോ അല്ലെങ്കിൽ സാംസങ്ങോ മാത്രം ഉപയോഗിച്ചിരുന്ന പലരും ഇന്ന് പല തലങ്ങളിലുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടെക്നോളജികളായിട്ടുള്ള മൊബൈലുകളെ തേടി പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പുതുപുത്തൻ ടെക്നോളജിയുമായി ലോഞ്ച് ചെയ്യാനിറങ്ങുന്ന ഫോണിനെ കുറിച്ചാണ്. ഫോണിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നതിന് മുൻപേ നമുക്കൊരു സിനിമാ കഥ പറഞ്ഞ് തുടങ്ങാം. ഫാസിൽ സംവിധാനം ചെയ്ത് ലാലേട്ടനും നദിയ മൊയ്തുവും തകർത്തഭിനയിച്ച ഒരു സിനിമയുണ്ട്, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. പേര് കേട്ടപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ക്ലിക്കായി കാണൂലേ? ഇതിലെ നദിയ മൊയ്തുവിന്റെ ഗേളി മാത്യു എന്ന കഥാപാത്രം ലാലേട്ടന്റെ ശ്രീകുമാറിനോട് പറയുന്ന ഒരു തകർപ്പൻ ഡയലോഗ് ഉണ്ട്. ഈ കണ്ണാടി ഒരു പ്രത്യേകതരം കണ്ണാടിയാണ്, കോസ്മോഫ്രിൽ എന്നാണ് ഇതിനെ പറയുക. ഫിലാഡൽഫിയയിലെ എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണെന്ന്. പക്ഷെ എന്തായിരുന്നു ആ പ്രത്യേകത? ഈ കണ്ണട വെച്ച് മുന്നിലുള്ള ആരെയെങ്കിലും നോക്കിയാൽ അവരെ നേക്കഡായിട്ട് കാണുമെന്ന്. അപ്പോൾ ചമ്മി നിറഞ്ഞ മുഖത്തോട് കൂടിയിട്ടുള്ള ലാലേട്ടന്റെ ഒരു അടിപൊളി സീനുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും കാണത്തില്ലായിരിക്കും എന്ന് പറയുന്ന ലാലേട്ടനെ നമുക്ക് ഓർമ്മ വരാം. ഇപ്പോ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവൂലേ, ഈ ലാലേട്ടനോട് പറഞ്ഞ കണ്ണടയും ഈ പറഞ്ഞ ടെക്നോളജിയുള്ള ഫോണും തമ്മിൽ എന്താ പ്രത്യേകതയെന്ന്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. OnePlus എന്ന മൊബൈൽ കമ്പനി, അതായത് ഗെയിമിംഗ് രംഗത്ത് ഗെയിം കളിക്കുന്ന പല ആളുകളും OnePlusന്റെ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്തിരുന്നത്. OnePlus ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 8 Pro X-Ray Vision എന്നാണ് മൊബൈലിന്റെ പേര്. നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ മാസം അവസാനത്തോടു കൂടി മാത്രമേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യത്തുള്ളൂ. X-Ray Vision, X-Ray എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ അകത്തുള്ള കാര്യങ്ങളെ പിടിച്ചെടുക്കുന്ന സാധനമാണ് X-Ray. അതുകൊണ്ട് തന്നെ X-Ray Vision ടെക്നോളജിയുമായിട്ടാണ് OnePlusന്റെ 8 Pro പുറത്തിറങ്ങുന്നത്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഫോൺ ചില വസ്തുക്കളെ എക്സ്റേ സ്റ്റൈലിൽ സ്കാൻ ചെയ്യുമെന്നാണ്. അതായത് പ്ലാസ്റ്റിക്കോ ക്ലോത്തോ പോലുള്ള വസ്തുക്കളെ എന്തായാലും ഇതിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ചില വസ്തുക്കളിൽ മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട്. ഇൻഫ്രാറെഡ് ട്രാൻസ്മിഷൻ അലോ ചെയ്താൽ മാത്രമേ ഈ ഒരു ഫെസിലിറ്റി ലഭിക്കുമെന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ OnePlusന്റെ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോക്രോം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റേ സ്റ്റൈലിൽ തുണിത്തരങ്ങളും പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ ഫോൺ എന്തായാലും സ്കാൻ ചെയ്തിരിക്കും. ഇൻഫ്രാറെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ തന്നെ ഇൻഫ്രാറെഡ് എന്താണെന്ന് അറിയാം. അതായത് 1998 സോണി ഒരു നൈറ്റ് മോഡ്, ഇൻഫ്രാറെഡ് മോഡ് ഉപയോഗിച്ചുള്ള ഒരു വീഡിയോ ക്യാമറ ഇറക്കിയിരുന്നു. നമ്മുടെ പീപ്പിൾസിന്റെ ആളുകളുടെ ക്ലോത്തിങ്സും അകത്തൊക്കെ കാണാമെന്നുള്ള ഒരുപാട് വാർത്തകൾ ആ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ ഈ ഒരു ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി പണ്ടേ നിലനിന്നിട്ടുണ്ട്. 1930s ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമുക്ക് വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണായിരിക്കും OnePlus 8 Pro എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ക്യാമറ എടുക്കുന്ന സമയത്ത് അതിലെ ഫോട്ടോക്രോം എന്നുള്ള ഒരു ഓപ്ഷനിലാണ്. നമ്മളിപ്പോ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോണുകളിൽ പല ഓപ്ഷനുകൾ ഉണ്ടാവും. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് മോഡ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട്, പോർട്രേറ്റ് മോഡ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ ഈ ഫോണിൽ 8 Proയിലുള്ള ഫോട്ടോക്രോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള തുണിത്തരങ്ങളെയും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളെയൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ മാസം അവസാനത്തോടെ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആരെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഭയങ്കര സെൽഫി ഭ്രാന്തന്മാരാണല്ലേ. എല്ലാവരും ഇപ്പോൾ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സെൽഫി എടുക്കണം. പക്ഷെ നല്ല അടിപൊളി മൂട്ടൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ടിക്ടോക്കിൽ അങ്ങ് നിന്ന് കഴിഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കുമ്പോൾ ഫോട്ടോക്രോം ഓപ്ഷനിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ, എന്റെ ദൈവമേ, ആലോചിക്കാനേ വയ്യല്ലേ. പക്ഷെ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാം. പക്ഷെ അടിപൊളി ടെക്നോളജിയുമായിട്ടാണ് OnePlusന്റെ 8 Pro X-Ray Vision ഫോൺ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോ നമ്മൾ തുടങ്ങി വെച്ച കഥ, ഗേളി മാത്യുവും ശ്രീകുമാറും തമ്മിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ ഗേളി മാത്യുവിന്റെ ആ കണ്ണടയിൽ ലാലേട്ടൻ നോട്ടമിട്ടതിന്റെ
രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. കോസ്മോ ഫ്രിൽ എന്ന് പറഞ്ഞ് ഗേളി മാത്യു ഇതിനകത്തെല്ലാം കാണാമെന്ന് പറഞ്ഞ് ലാലേട്ടനെ ഭയപ്പെടുന്ന ഒരു സീനുണ്ട്. പക്ഷെ അതുപോലെ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഈ OnePlusന്റെ 8 Proയിൽ കൃത്യമായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കുകളെയും തുണിത്തരങ്ങളിലെയും അകത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്താണ് ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ശേഷം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് കാണാം. Till then, it's me, ഉണ്ണി ബാലകൃഷ്ണൻ, signing off from Velcro. Thank you.